അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതിൽ 1 പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ രൂപം. ആൻസർ സാവധാനം. 2 സാക്കിനായ നൂനിനെ വെളിവാക്കി ഓതണം. സാക്കിനായ നൂനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ വരണം. ഹംസ്, ഹ, ഐൻ, ഹ, ഖൈൻ, ഖ അവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഫഇൻ ഹാജൂക അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൻസർ. 3 തൻവീനിനെ മീമാക്കി മറിച്ചു മണിച്ച് ഓതണം. തൻവീനിനെ മീമാക്കി മണിച്ച് ഓതണം. അതായത് സമീഅൻ ബസീറ. തൻവീന് ശേഷം ബാ വന്നുകൊണ്ട് ഇഖ്ലാബാണത്. 3 ഖൈറുൻ. ഇത് ഓതേണ്ട ശരിയായ രൂപം ഖൈറുൻ നിത്മ അന്ന. ഖൈറുൻ നിത്മ അന്ന എന്നാണ് ഓതേണ്ടത്. അതിൻ്റെ ശരിയായ ഇവിടെ ഖൈറുൻ തുമ അന്ന കൊടുത്തിട്ടുണ്ട്, ഖൈറുൻ അത്തുമ അന്ന കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ശരിയായ രൂപം. ഖൈറു നിത്മ അന്ന. സാക്കിന അല്ല തൻവീന് ശേഷം സുക്കൂന് വന്നാൽ അവിടെ എന്ത് ചെയ്യണം, ഒരു നൂന് കൊടുത്ത് ഓതണം, നൂനിന് കെസ്റ് കൊടുത്ത് ഓതണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഖൈറു നിത്മ അന്ന ഈ രൂപത്തിൽ ഇതാണ് ശരി. 5 സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ എന്താ ചെയ്യേണ്ടത്, ഇദ്ഗാം ചെയ്യണം. 6 അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമാണ്. അൻ ഇവിടെ രണ്ടിടത്തും അസ്ലിയാ മദ്ദാണ്. ഫിറാഷ അസ്ലിയാ മദ്, ഫഖാല രണ്ടും അസ്ലിയാ മദ്ദാണ്. ഇതിലേറെ നീട്ടേണ്ട ഏതാണ്, ഈ അൻ എന്നതിലാണ് കൂടുതലായിട്ട് നീട്ടേണ്ടത്. അപ്പോൾ അതാണ് ശരിയായ ആൻസർ. അടുത്തത് ചേരുംപടി ചേർക്കുക. 7 തൻവീനിനെ ഇദ്ഹാർ ചെയ്യണം. തൻവീനിനെ ഇദ്ഹാർ ചെയ്യണം. അപ്പോൾ ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ തൻവീന് ശേഷം വന്നത് നോക്കിയാൽ മതി. ആൻസർ ഡി ആണ്. അജ്റൻ ഹസന. റാഇൻ തൻവീൻ ഫതഹാണ്, ശേഷം ഹ വന്നു ഇദ്ഹാർ. ഇനി തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. അപ്പോൾ തൻവീനിന് ശേഷം ബാ വന്ന് നോക്കിയാൽ മതി. ഇഖ്ലാബിന് ആകെ ഒരു അക്ഷരമല്ലേ ഉള്ളൂ, അത് നോക്കിയാൽ മതി. അതാ മതാഉം ബിൽ മഅറൂഫ്. ആൻസർ ഇ ആണ്. ഇനി 9 സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിലാഗുന്ന ചെയ്തു. സാക്കിനായ നൂനിന്, അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാം ബിലാഗുന്നൻ്റെ അക്ഷരം വരണം. അത് ഏതൊക്കെയാണ്, ലാമ് റാ എന്നുള്ള അക്ഷരമാണ്. അതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പോൾ ആൻസർ എ ആണ്. മിർ റിസ്ഖില്ല. സാക്കിനായ നൂനിന് ശേഷം എന്ത് വന്നു, റാ വന്നു. 10 സാക്കിനായ മീമിനെ ഇദ്ഹാർ ചെയ്യണം. സാക്കിനായ മീമിനെ ഇദ്ഹാർ ചെയ്യണം. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വന്നാലും ഇദ്ഹാർ ചെയ്യേണ്ടത്, ആൻസർ ബി ആണ്. വലഹും ഫീഹ. കണ്ട, സാക്കിന മീമിന് ശേഷം ഫാ വന്നാൽ എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. ഫാ എന്നല്ല, മീമ് ബാ അല്ലാത്ത ഏതക്ഷരം വന്നാലും എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യുകയാണ് വേണ്ടത് സാക്കിനായ മീമിന് ശേഷം വന്നാൽ. 11 സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അതായത് ഇഖ്ഫാ സാക്കിനായ മീമിന് ശേഷം എന്ത് വരലാണ്, ബാ വരലാണ്. അപ്പോൾ നോക്കാം, സി ആണ് ആൻസർ. യഅ്മുറുകും ബി. കണ്ട, സാക്കിനായ മീമിന് ശേഷം ബാ വന്നു. ഇനി 3ാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12 അത്വാമ്മ എന്നതിൽ ഡാഷ് അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. എത്ര അലിഫ, 3 അലിഫിൻ്റെ ഖദർ. ഇത് മദ് ലാസിമാണ്, അതുകൊണ്ട് 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. 13 ഖൂ അൻഫുസകും എന്നിലുള്ള അൽ മദ് ഡാഷ് ആണ്. ഏതാണ്, മദ്ദുൽ മുൻഫസിലാണ്. കാരണം മദ്ദക്ഷരമാകുന്ന വാവ് ഒരു കലിമത്തിലും ഹംസ മറ്റൊരു കലിമത്തിലാണ് വന്നത്. 14 അൽ മദ്ദുൽ മുത്തസിൽ ഡാഷ് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. 7 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. 15 ജാ എന്നതിൽ അൽ മദ്ദുൽ ഡാഷ് ആണ് ഉള്ളത്. മദ്ദുൽ മുത്തസിലാണ്, കാരണം മദ്ദക്ഷരവും ഹംസയും ഒരു കലിമത്തിൽ വന്നതാണ് മദ്ദ് മുത്തസിൽ. 16 നിയമം പാലിക്കാതെ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ ഡാഷിന് കാരണമാകും, ഖുർആനിൻ്റെ ശാപത്തിനു കാരണമാകും. 17 ഹംസ്, ഹ, ഡാഷ്, ഖൈൻ, ഖ എന്നിവ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണത്. ഹംസ്, ഹ, ഐൻ, ഹ എന്നാണ് അവിടെ വിട്ടുപോയത്. ഇനി 4ാമത്തെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 സാക്കിനായ നൂനിനെയും തൻവീനിനെയും വിധികൾ എത്ര. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ എത്ര, ആൻസർ 5. 19 തൻവീനിനു ശേഷം സ്വാദ് വന്നാൽ തൻവീനിൻ്റെ വിധി എന്ത്. തൻവീനിന് ശേഷം സ്വാദ് വന്നാൽ തൻവീനിൻ്റെ വിധി എന്ത്, ഇഖ്ഫാ. 20 സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള വിധി എന്ത്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാലുള്ള വിധി എന്ത്, ആൻസർ ഇദ്ഗാം. 21 യഖൂലു എന്നതിലുള്ള മദ്ദിൻ്റെ പേര് എന്താണ്, മദ്ദിൻ്റെ പേര് മദ്ദുൽ അസ്ലിയാണ്. യഖൂലു എന്നതിലെ മദ് അസ്ലിയാണ്, മദ് അസ്ലി.
22 അസ്സാഹ എന്നതിൽ എത്ര ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം? ആൻസർ 6 ഹർക്കത്തിൻ്റെ ഖദർ. 23 മദ്ദുൽ ഫർഇ എത്ര ഇനങ്ങൾ? ആൻസർ 5 ഇനം. 5 ഇനങ്ങളാണുള്ളത്. ഈ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യണം എപ്പോൾ? സാക്കിനായ നൂനിനു ശേഷം ലാം റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ. 25 എന്താണ് തൻവീന്? ആൻസർ കലിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂന്, അതാണ് തൻവീൻ എന്ന് പറഞ്ഞാൽ. 26 സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്തതിന് 2 ഉദാഹരണം എഴുതുക. ആൻസർ മിൻ ബഅദ് അംബിയാ. 27 ആരാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ? ആൻസർ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നവർ. 28 അൽ മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? ആൻസർ മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ എന്നാലുള്ള മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. 29 തജ്വീദ് എന്നാൽ എന്ത്? ആൻസർ അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഖ്റജ്, സിഫത്ത്, തർക്കീഖ്, തഫ്ഖീം, മദ്, ഗുന്നത്ത് പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. 30 ഫീ അംരി എന്നതിൽ അൽ മദ്ദുൽ മുൻഫസിൽ ഉണ്ടാവാൻ കാരണമെന്ത്? ആൻസർ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നതുകൊണ്ട്. 31 എപ്പോഴാണ് അൽ മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? ആൻസർ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ. ഇനി അടുത്ത 5 വരിയിൽ എഴുതാനുള്ളതാണ്. 32 ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം. ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള ഇബാദത്താണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും. അതിൽ രണ്ടാമത്തെ കൊടുത്ത അഹ്കാമുൻ നൂന് സാക്കിനത്തി തൻവീൻ. സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ എഴുതാനാണ്. സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും 5 നിയമങ്ങളുണ്ട്. ഒന്ന് ഇദ്ഗാം ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഓരോന്നും പിന്നെ അതിൻ്റെ ഉദാഹരണ സഹിതം എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. ഇനി 33ാമത്തെ 2 കൊടുത്തിട്ടുള്ള 5 വരിയിൽ അഹ്കാമുൽ മീമി സാക്കിന. സാക്കിന മീമിൻ്റെ നിയമങ്ങൾ. സാക്കിന മീമിന് 3 നിയമങ്ങളാണുള്ളത്. ഇദ്ഗാം, ഇദ്ഹാർ, ഇഖ്ഫാ. അത് ഉദാഹരണ സഹിതം ഇവിടെ എഴുതുക. പിന്നെ അൽ മദ്. മദ്ദിനെ കുറിച്ച് മദ് 2 ഐറ്റം ഉണ്ട്. മദ് അസ്ലി, മദ് ഫർഇ. മദ് ഫർഇ 5 ഐറ്റം ഉണ്ട്. മദ് മുത്തസില്, മദ് മുൻഫസില്, മദ് ലാസിമ്, മദ് ആലിദ്, മദ് ലീന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും. പിന്നെ മദ് അസ്ലിയെ ഒരലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് 5 വരിയിൽ കുറയാതെ എന്ത് ചെയ്യുക, മദ്ദിനെ വിശദീകരിച്ചു കൊണ്ടും എഴുതുക. അപ്പോൾ ഈ രൂപത്തിലാണ് 2025 അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.